ഗോപാലകൃഷ്ണൻ വോട്ട് പിടിക്കുന്നത് ഗുരുവായൂരിൽ ഹിന്ദു MLA ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് ഞാൻ ചോദിക്കട്ടെ, അതിൽ പൊന്നാനി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആസ്ഥാനമാണ് അല്ലേ? ഒരു മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനമാണ്. അവിടെ ഹിന്ദു MLA ഉണ്ടായിരുന്നത് പലപ്പോഴും. ഗുരുവായൂരിൽ മുസ്ലിം MLA ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ചില സവിശേഷതകളാണ്, ചില പ്രത്യേകതകളാണ്, സവിശേഷതകളാണ്. പിന്നെ BJP-ക്കാർ ഇത് പറയണതിൽ വല്ല അത്ഭുതം ഉണ്ട്. അവർ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് അവർ വോട്ട് പിടിക്കുന്നു. അവരെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അതിലിപ്പോൾ എന്താ ഇത്ര അത്ഭുതം? അത് ഇലക്ഷൻ കമ്മീഷനാണ് നടപടിയെടുക്കേണ്ടത്. നമ്മൾ പരാതിയും കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. ആ കപ്പ് അവളോടൊപ്പമാണ് എന്ന് അടിക്കുറിപ്പോട് കൂടിയിട്ടുള്ള ഒരു കപ്പായിരുന്നു അല്ലേ? അന്ന് ആ കപ്പിൽ ചായയാണോ കാപ്പിയാണോ വെള്ളമാണോന്ന് എനിക്കറിയില്ല, കുടിച്ചു എന്തോ. കുടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എല്ലാ മാധ്യമ ഓഫീസിലേക്കും വിളിച്ചല്ലോ, അതൊന്ന് പ്രത്യേകമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. എനിക്കറിയാം മുഖ്യമന്ത്രിൻ്റെ PR അന്ന് അതിനുശേഷം ഇതൊരു മനോഹരമായ വാക്കാണ്, അവളോടൊപ്പം എന്നുള്ളതിൻ്റെ പ്രതീകമാണ് ആ വാക്ക്. മനോഹരമായ വാക്കാണ് ആ കപ്പ്, എനിക്കും ഇഷ്ടം തോന്നി മുഖ്യമന്ത്രി അതുമായിട്ട് നിൽക്കുന്നുണ്ടപ്പോൾ. പക്ഷെ ഇപ്പം മുഖ്യമന്ത്രി അവളോടൊപ്പമല്ല അവനോടൊപ്പമാണ് എന്ന് തെളിയിച്ച്. അപ്പോൾ പുള്ളി പറയാം കപ്പ് വീട്ടിൽ നിന്ന് കൊടുത്താണ്, മനഃപൂർവ്വം ചെയ്തതല്ല, കപ്പ് അറിയാതെ പിടിച്ചു പോയതാണ്, ആ കപ്പിൻ്റെ കൂടെ അല്ല എന്നാണ് പറയുന്നത്. കപ്പിൻ്റെ കൂടെ അല്ല, ഇപ്പം അവളോടൊപ്പമല്ല അവനോടൊപ്പമാണ്. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ, KB ഗണേഷ് കുമാറിൻ്റെ വിഷയം. ഇപ്പം അദ്ദേഹം പറഞ്ഞു അത് വെറും ഒരു കുടുംബ പ്രശ്നം. ഇതിനേക്കാൾ താഴെയുള്ള ഇത്രയും ഗൗരവമില്ലാത്തൊരു കുടുംബ പ്രശ്നം 2013 ഉണ്ടായി. അപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ പറഞ്ഞു ഈ കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ അതിനേക്കാൾ ഗൗരവതരമായൊരു കുടുംബ പ്രശ്നമൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാമല്ല, വേറെ ആളുകളുടെ കുടുംബം ഉണ്ട് അതിനകത്ത്. ഒരു കുടുംബ പ്രശ്നം പറഞ്ഞപ്പോൾ അത് കുടുംബ പ്രശ്നമാണ്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്, ഇതാണ് ഇരട്ടത്താപ്പ്. പണ്ട് പറഞ്ഞിരിക്കുന്നത് വിഴുങ്ങുക എന്ന് പറയുന്നതാണ്. 2013 സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കും ഇല്ലേ? ശരിയല്ലേ? ശരിയാണോ? ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ഇപ്പോൾ അതിനേക്കാൾ ഗൗരവമുള്ള കുറ്റകൃത്യം ചെയ്തപ്പോൾ പറയാണ് കുടുംബ പ്രശ്നമാണ്. മനസ്സിലായി? ഇവരൊക്കെ എന്തും പറയും, ഇതൊക്കെ തിരിച്ചു വരും. കാലം മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും. അതാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി അപമാനിക്കാൻ ഈ കഥകളൊക്കെ ഉണ്ടാക്കിയതാണെന്ന്. ഇപ്പം കാലം കറങ്ങി തിരിഞ്ഞു വന്ന്, കാലചക്രം ഉണ്ടല്ലോ, ചക്രമുള്ള കറങ്ങി തിരിഞ്ഞു വന്ന് ഇവരുടെയൊക്കെ മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും. ബാക്കി തെരഞ്ഞെടുപ്പിൽ ജനം ചോദിക്കും.